കൂത്തുപറമ്പ് സമരനായകൻ പുഷ്പന്റെ സംസ്കാരം ഇന്ന് നടക്കും. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. അന്തരിച്ച CPM പ്രവർത്തകനും കൂത്തുപറമ്പ് സമരനായകനുമായ പുഷ്പന്റെ സംസ്കാരം ഇന്ന് നടക്കും. കണ്ണൂർ ചൊക്ലി മേനപ്രത്തെ വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. കോഴിക്കോട് DYFI യൂത്ത് സെന്ററിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം 8 മണിയോടെ വിലാപയാത്രയായി കണ്ണൂരിലേക്ക് കൊണ്ടുപോയി. വഴിയിലുടനീളം വിവിധ കേന്ദ്രങ്ങളിൽ പ്രവർത്തകർക്ക് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കും. തലശ്ശേരി ടൗൺ ഹാളിലും പിന്നീട് ചൊക്ലിയിലുമാണ് പൊതുദർശനം. തുടർന്ന് വൈകുന്നേരം 5 മണിയോടെ സംസ്കാര ചടങ്ങുകൾ നടക്കും. കൂത്തുപറമ്പ് വെടിവെപ്പിൽ പരിക്കേറ്റ് കിടപ്പിലായ പുഷ്പൻ ഇന്നലെ വൈകിട്ട് 3:30യോടെയാണ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ അന്തരിച്ചത്. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് കഴിഞ്ഞ മാസമാണ് പുഷ്പനെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നീട് തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയിരുന്നു. 1994 നവംബർ 25-ാം തീയതി 5 DYFI പ്രവർത്തകരുടെ മരണത്തിനിടയാക്കിയ കൂത്തുപറമ്പ് വെടിവെപ്പിലാണ് പുഷ്പന് വെടിയേൽക്കുന്നത്. 5 പേർ കൊല്ലപ്പെട്ട വെടിവെപ്പിൽ പരിക്കേറ്റ പുഷ്പൻ പൂർണ്ണമായും കിടപ്പിലായി. ഈ സംഭവം നടക്കുമ്പോൾ പുഷ്പന് പ്രായം വെറും 24 വയസ്സായിരുന്നു.